സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഈ പറഞ്ഞതൊക്കെ ഈ ഒരു കാര്യം, ഈ ഏകതാനത ആധ്യാത്മിക വളർച്ചയുടെ അങ്ങേയറ്റം, ഈ ഏകതാനതയുടേത്, അതുപോലെ തന്നെ അദ്വൈത ഭാവനയുടേതായിട്ടുള്ള ആ ഉന്നത ഭാവങ്ങളെ അത് ഉൾക്കൊണ്ട ആളുകൾ ഇപ്പോൾ അതിനെ വെറും മനുഷ്യരാശിക്കകത്ത് ഒതുക്കി നിർത്തുന്നില്ല. സഹജീവികളിലേക്ക് അത് നാം വ്യാപിപ്പിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു കാര്യം, മനുഷ്യരുടെ സുഖഭോഗം, അവരുടെ അതിജീവനം അതിസുഭദ്രമാക്കാൻ വേണ്ടി, മനോഹരമാക്കാൻ വേണ്ടി, അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളുള്ള എല്ലാം. സസ്യലതാദികളും മൃഗജാലങ്ങളും എല്ലാം അതിനുവേണ്ടി നിലകൊള്ളണം. ദൈവം അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പറവകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവരെ പിടിച്ച് ചുട്ടു തിന്നാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയും പറയുന്ന മതവിഭാഗങ്ങളുണ്ട്. അങ്ങനെ വിശ്വസിച്ചിരുന്ന മതവിഭാഗങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും, ഈ ശ്രീബുദ്ധൻ തന്റെ ജീവിതം, അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് വാസ്തവത്തില് മൃഗബലിക്കെതിരെ നിന്നതുകൊണ്ടാണ്. അവിടെ യൂപത്തുമ്മ കെട്ടിവെച്ചിരുന്ന ഒരു ആട്ടിൻകുട്ടി അങ്ങനെ എടുത്തുകൊണ്ടുപോയി. അതിലെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. നിലനിൽക്കുന്ന സംവിധാനങ്ങള്, നിലനിൽക്കുന്ന ആചാരങ്ങള്, ആ ആചാരങ്ങളെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ ബുദ്ധനെ ആരാധിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ലോകത്തിലെമ്പാടുമുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്? അന്നത്തെ ആചാരങ്ങളെ ലംഘിക്കുകയാണ് ചെയ്തത്. അന്ന് മൃഗബലി ഉണ്ടായിരുന്നു ഇവിടെ. ആ മൃഗബലി അവിടെ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നിന്ന് ശ്രീബുദ്ധന് ശേഷവും അത് നിലനിന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് 10,000-കണക്കിന് കോഴികളെയാണ് കഴുത്തറുത്ത് കൊന്നിരുന്നത്, നമ്മളുടെ കൊടുങ്ങല്ലൂര്. അത് ആചാരമായിരുന്നു അവിടെ. ഇന്നിപ്പോ അവിടെ എന്താ ചെയ്യുന്നത്? കോഴിക്കല്ല് മൂടുക. കാലത്തിനനുസരിച്ച് ഇതിലേക്കും വിലയിരുത്തി ഇത് അനാചാരമാണ്, ഇത് ദുരാചാരമാണ്, ഈ പാവം കോഴികളെ എന്തിനാ കൊല്ലുന്നത്? അപ്പൊ അതിന് പകരം എന്ത് ചെയ്തു? അതിന് പകരം അവിടെ ഒരു കോഴിക്കല്ലുണ്ടാക്കിയിട്ട് അത് ചുവന്ന പട്ടുകൊണ്ട് മൂടുന്നു. അങ്ങനെയാക്കി മാറ്റി. തൃശ്ശൂരിൽ ഒരിക്കൽ അപ്തോർമ എന്തൊരു യാഗം നടക്കുന്ന സമയത്ത് അവിടെ മൃഗബലി ആവശ്യമാണ്. മൃഗബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് പശുക്കുട്ടിയുടെ നവദ്വാരങ്ങളും അടയ്ക്കുക. മൂക്ക്, കണ്ണ്, കാത്, വായ, ആസനദ്വാരം എല്ലാം അടച്ചു പിടിച്ച് അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക. ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം അതിന്റെ വപയെടുത്ത് തിന്നുക. വപയെടുത്തിട്ട് അതില് പാചകം ചെയ്ത് തിന്നുക. അങ്ങനൊരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇന്നത്തെ കാലത്ത് നടക്കൂ? അവിടെ വലിയ അടിയും തല്ലും ഉണ്ടാവില്ലേ? ഉടനെ എന്ത് ചെയ്തു? അരിമാവ് കൊണ്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി. അരിമാവ് കൊണ്ട് ചെറിയൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ പശുക്കുട്ടിയെയാണ് കൊല്ലുന്നതായിട്ട് ചിത്രീകരിച്ചത്. അപ്പോഴും അതിന്റെ ആ പഴയകാല പ്രാകൃത സംസ്കാരത്തിന്റെ ചില സൂചകങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ആ പഴയകാലത്തിലെ സ്ഥിതി എന്തായിരിക്കും? മനുഷ്യന്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടി, മനുഷ്യന്റെ സ്വസ്തിക്ക് വേണ്ടിയിട്ട്, മനുഷ്യന്റെ ഉണർവിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് മൃഗങ്ങളെ ബലി നൽകുക. ഇന്ന് നേപ്പാളിലുണ്ട്. ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ 10,000-കണക്കിന് പോത്തുകളെ, എരുമകളേക്കും ബലി നൽകുന്നുണ്ട്. കൽക്കത്തയിൽ പോയ കാളികെട്ട്, അവിടെ കാളി ക്ഷേത്രത്തിലൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. രക്തം കൊണ്ട് കുതിർന്നിരിക്കുകയാണ് ആ ഭൂമിക മുഴുവൻ. ഇന്നും അതവിടെ നടക്കുന്നുണ്ട്. മൃഗബലി മാത്രമല്ല, മനുഷ്യബലി നടന്നിരുന്നു. ഇന്നിപ്പത് ഈ ഒരു ഉന്നത ഭാവങ്ങള് നിയമപ്രകാരം കൂടി, പുതു നിയമങ്ങൾ അങ്ങനെയാണ്, ന്യൂ ജനറേഷൻ നിയമങ്ങൾ അങ്ങനെയാണ്. അത് മൃഗങ്ങൾക്കും തുല്യ നീതിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ സഹജീവികളിലേക്കും അത് വ്യാപിപ്പിക്കുന്നുണ്ട്. പ്രമാണ ഗ്രന്ഥങ്ങൾ അത് പ്രസിദ്ധി വർദ്ധിക്കും തോറും, പ്രമാണ ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധി വർദ്ധിക്കും തോറും അവര് യഥാർത്ഥത്തിൽ ഉപദേശങ്ങൾ, അതിനകത്തുള്ള ഉപദേശങ്ങൾ മനസ്സിൽ കൂടി വരും തോറും നാം കൂടുതൽ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, വേദവേദാന്തങ്ങളിൽ എവിടെയൊക്കെ മൃഗബലി പറഞ്ഞിട്ടുണ്ടോ, ഈ മൃഗബലി മുഴുവൻ ഏതെങ്കിലും മൃഗത്തെ പിടിച്ച് കൊല്ലാനല്ല പറയുന്നത്. മൃഗതുല്യരായിട്ടുള്ള നാൽക്കാലികളുടെ തിര്യക്കുകളായിട്ടുള്ള അവസ്ഥയിലേക്ക് കയറിപ്പോകുന്നത് എങ്ങനെയാണ്? അവർക്ക് സഹജീവി, അവരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് അവരുടെ ആഹാരം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതിലും വിട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരരുത്. അയാൾക്ക് ഉന്നതമായിട്ടുള്ള വിചാരങ്ങൾ ഉണ്ടായിരിക്കണം, ഉന്നതമായിട്ടുള്ള ചിന്തയുണ്ടായിരിക്കണം, മനനം ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ആയിരക്കണക്കിന് ജന്മങ്ങളിലൂടെ നേടിയെടുത്ത വിചാര പദ്ധതികളുടെ മേലെ കയറി നിൽക്കാൻ അയാൾക്ക് കഴിയണം. സ്വയം തന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയുന്നവൻ മാത്രമാണ്, അങ്ങനെയുള്ള ഇരുകാലി ജീവി മാത്രമാണ് വാസ്തവത്തില് മാനവനായിട്ട് മാറുന്നത്. അപ്പം എന്താ പറഞ്ഞ അപ്പൊ അതെന്തോട്ടെ. അപ്പം പറഞ്ഞു വരുന്നത് ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളണം, മനുഷ്യരാശിക്ക് വേണ്ടി നിലകൊള്ളണം, മനുഷ്യന്മാർക്ക് വേണ്ടി നിലകൊള്ളണം മറ്റു ജീവജാലങ്ങൾ എന്ന് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ്, പലവരെയും പറഞ്ഞു പിടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പറയുന്നുണ്ട് മൃഗങ്ങളെ ബലി കൊടുക്കണം. മൃഗങ്ങളെ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ ബലി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അസൂയ, പൗശല്യം, പോര്, കുശുമ്പ്, ഷഡ് വികാരങ്ങൾ, ഷഡ് വൈരികളെ കുറിച്ച് പറയുന്നുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇതിനെല്ലാത്തിനും നമ്മൾ കാണുന്നത് മൃഗങ്ങളായിട്ടാണ് കാണുന്നത്. അതിന് മൃഗരൂപത്തിലാണ് നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തി വെച്ചിട്ടുള്ളത്. സാക്ഷാൽ പരമശിവൻ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെയല്ല, അപസ്മാരത്തെയാണ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഈ അപസ്മാരം എന്ന് പറയുമ്പോൾ വേദാന്തികമായിട്ടുള്ള അവസ്ഥയിൽ പറയുന്ന സമയത്ത് എപ്പോൾ, എങ്ങനെ, എന്ത് എന്നിത്യാദി കാര്യങ്ങൾ അറിയാത്ത ഒരു സാധനം. രണ്ടു കാര്യം നടക്കുന്നതാണ്. മനുഷ്യനാണെങ്കിൽ പോലും നമ്മൾ പറയാറില്ലേ, ചത്തതിനുമേ ജീവിച്ചിരിക്കുന്ന രീതിയിലുള്ള മനുഷ്യന്മാരെന്ന് പറയില്ലേ, ഇവനൊരു മനുഷ്യനാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. മനുഷ്യനാണത്രയാ പോണത് എന്ന് പറയുന്ന രീതിയിൽ രൂപം മനുഷ്യന്റേതാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം മൃഗബുദ്ധിയാണ് അയാൾക്കുള്ളത്. ബുദ്ധി ഇല്ല എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സാധനത്തെയാണ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാ വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളെയും നമ്മൾ എന്താക്കി മാറ്റി, അതിനെല്ലാം പെർസോണിഫൈ ചെയ്തു, രൂപത്തിലാക്കി മാറ്റി, മൃഗരൂപത്തിലാക്കി മാറ്റി, ക്രൂരമൃഗത്തിന്റെ രൂപത്തിലാക്കി മാറ്റി. എന്നിട്ട് അതിനെ നശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പശുബുദ്ധി എന്ന് പറയുന്ന പശുവിനെ കൊല്ലാനല്ല പറഞ്ഞിട്ടുള്ളത്. അല്പബുദ്ധി, കാര്യങ്ങളായിട്ട് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വസൂരികളുടെ ഉപദേശങ്ങളും അവരുടെ സന്ദേശങ്ങളും ഏറ്റുവാങ്ങിയിട്ട് നമ്മളുടെ വഴിയും മാർഗവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി. അതില്ലാതെ തന്നെയാണ് പറയുന്നത് പശുബുദ്ധി, അല്പബുദ്ധി, തുച്ഛബുദ്ധി, ബുദ്ധി ഇല്ലാത്തവൻ മണ്ടൻ, മരമണ്ടൻ എന്നൊക്കെയും പറയുന്നത് ആ അർത്ഥത്തിലാണ്. ആ പശുബുദ്ധിയെയാണ് നമ്മൾ വെട്ടി ഇറക്കാൻ പറഞ്ഞത്. ആ പശുബുദ്ധിയെ കൊല്ലാനാണ് പറഞ്ഞത്. അതായത് വേദബുദ്ധി, ശരിയായിട്ടുള്ള ബുദ്ധി, ശരിയായിട്ടുള്ള മാർഗങ്ങൾ, ശരിയായിട്ടുള്ള വഴികൾ, അതിലേക്ക് കണ്ണോടിക്കണം, അതിലേക്ക് നമ്മുടെ ബുദ്ധിയെ പ്രവേശിപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് കുറെ പശുക്കളെ അറുത്തു, അതിൽ കുറെ പോത്തുകളെ അറുത്തു, അതിൽ കുറെ കോഴിയെ അറുത്തു, ഇതുകൊണ്ട് നമുക്ക് എന്താ നേട്ടം? അതിന്റെ എല്ലാത്തിന്റെ ശാപം ഏറ്റുവാങ്ങുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും നേട്ടമുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഈ ഏകദാന ഭാവം, അദ്വൈത ഭാവം, ഇതാരും ഉൾക്കൊള്ളുന്നുവോ അവരെല്ലാവരും, ഈ അപരോക്ഷാനുഭൂതിയുള്ള എല്ലാവരും സർവ്വ മൃഗങ്ങളെയും സ്നേഹിക്കുന്നവരായിട്ട് കാണാൻ കഴിയും. ഋഷികേശിൽ ഞങ്ങളുള്ള സ്ഥലത്ത് അവിടെ വഴിയിൽ കൂടെ നടക്കുന്ന സമയത്ത്, ഉത്തരേന്ത്യയിൽ ഹിമാലയൻ ബെൽറ്റിൽ അവിടെ വഴിയിൽ കൂടെ നടക്കുന്ന സമയത്ത് ഈ പട്ടികളൊക്കെ കൂട്ടമായിട്ട് അവർ ആ വഴിക്ക് പോവും, ഇവർ ഈ വഴിക്ക് പോവും. നമ്മുടെ നാട്ടിൽ പട്ടി വരാൻ കണ്ടാൽ ഉടനെ പേടിയായി, ഉടനെ വടി കയ്യിൽ കരുതി, ഉടനെ കല്ല് കയ്യിൽ കരുതി, വീടിനകത്ത് കിളികൾ പറന്നു വരും. അവർക്കറിയാം ഈ നാട്ടുകാർ ദ്രോഹിക്കില്ല. ഈ വീണ്ടും ഞാൻ ഒരിക്കൽ ഇവിടെ തിരുപ്പതിക്കകത്ത് അടുത്തൊരു സ്ഥലത്ത് പോയ സമയത്ത്, ഒരിക്കൽ തിരുവണ്ണാമലയിൽ പോയപ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. വഴിക്കൂടെ കുരങ്ങന്മാരൊക്കെ നടന്നു പോകും നമ്മളെ നോക്കിക്കൊണ്ട്. നമ്മൾ ഈ വഴിക്ക് പോകുന്നു, അവരും ചേർന്ന് പോകുന്നു. മയിലുകൾ വഴിയിൽ ക്രോസ് ചെയ്ത് നിൽക്കും. നമ്മളെ കാണുമ്പോൾ അതിന് നല്ല നീളമുണ്ടല്ലോ, നമ്മളെ കാണുമ്പോൾ അത് വഴി ഒന്ന് മാറി നിൽക്കും, അത് പറന്നു പോകുന്നില്ല. ഈ രീതിയിൽ എപ്പോഴാണോ ചില നമ്മുടെ കേരളത്തിൽ മാത്രം അവജ്ഞയോടുകൂടി പറയല്ല, പട്ടികളെ ഇങ്ങനെ കൊല്ലുന്ന കാണാം, ഏത് മൃഗത്തെയാണെങ്കിലും കൊല്ലുന്ന കാണാം. നമുക്ക് മാത്രമുള്ള കേരളം, മറ്റുള്ള സഹജീവികൾക്കുള്ളതല്ല എന്നൊരു ധാരണ. പക്ഷെ പലപ്പോഴും ഉത്തരേന്ത്യയിലേക്കും പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ പട്ടികളെ കല്ലെടുത്തറിയാറില്ല. അവര് പക്ഷികളെയും മൃഗങ്ങളെയും അവര് സഹജീവികളെ പോലെ അവർ പോറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദിവസങ്ങൾ തന്നെ അവരുണ്ട്, അവർക്ക് പൂജയുണ്ട്, എന്നിത്യാദി കാര്യങ്ങളുണ്ട്. ഈ പറയുന്നത് ഏകതാനത, അദ്വൈത ബുദ്ധി, അദ്വൈത ബോധം, തത്വബോധം, ഇതിന്റെ ഉന്നത ഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശിക്കപ്പുറം, മനുഷ്യരാശിയോടും എന്നെപ്പോലെ തന്നെയാണ് അവൻ എന്നുള്ള ബോധത്തോടൊപ്പം തന്നെ അത് സഹജീവികളിലേക്കും പടുത്ത് ഉയർത്താറുണ്ട്. ഇന്നിപ്പോ ലോകത്തില് ഈ സഹജീവി സ്നേഹം
ഒരു മൃഗത്തിന് നമ്മളുടെ ഇവിടെ മേനകാ ഗാന്ധി ഉണ്ട്, ഇതിനു വേണ്ടി കിടന്ന് നടക്കുക വാസ്തവത്തില്. ഒരു മന്ത്രിയാണ് അവര്. എന്നിട്ട് പോലും അവർക്ക് എന്താണ്, എവിടെയെങ്കിലും ഒരു പശുവിനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആനയെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ കേരളത്തിൽ വരുന്ന സമയത്ത് ആനകളുടെ ചങ്ങലയും കാണുമ്പോൾ അവർ പറയും അവർ കേസെടുക്കും. ഈ രീതിയിൽ സഹജീവികൾക്ക് പോലും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവരും ഇവിടെ പൗരന്മാരാണ്, അവർക്കും ഇവിടുത്തെ മണ്ണിനോട് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ മേലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദമന്ത്രങ്ങള്, നമ്മുടെ വേദങ്ങളുടെ വേദ സംഹിതകളൊക്കെയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ ആ ആദേശോപദേശങ്ങൾ മനസ്സിൽ കൂടി വരും തോറും നാം കൂടുതൽ ലോകത്തിലുള്ള എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്ന് സാരം. ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് സെറ്റ്ന എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ബാബ ആക്റ്റീവ് അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ മേധാവിയായിരുന്ന കാലഘട്ടത്തില് അതിങ്ങനെ അൺശക്തിനാളിലേക്ക് വരുന്നു, കാറിൽ വരുന്ന സമയത്ത് വഴിയില് എല്ലാവരും കൂടിയിട്ട് ഒരു മരം വെട്ടാനുള്ള ശ്രമത്തിലാണ്. അവിടെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതവിടെ കാറ് നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇത് എന്ത് മരാണെന്ന്, ഇന്ന മരാണെന്ന്, നിങ്ങൾ വെട്ടാൻ വരട്ടെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അവർ സമ്മതിച്ചു. വലിയൊരു മഹാപുരുഷനല്ലേ, ശരി ഞങ്ങൾ വെട്ടുന്നില്ല പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബുൾഡോസറുകൾ എല്ലാം വന്ന് അത് കംപ്ലീറ്റ് അടിയിന്ന് പിഴുതെടുത്ത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ കൊണ്ട് കുഴി കുത്തി അവിടെ നട്ടു. ഇന്നും ആ മരം അവിടെയുണ്ട്. ആ മരത്തിനോടുള്ള സ്നേഹം. തൃശ്ശൂർ ഇതുപോലെ തന്നെ അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രം, അതിന്റെ പുറകിൽ ഒരു എരിഞ്ഞിമരം ഉണ്ടായിരുന്നു. ഈ എരിഞ്ഞിമരം വീണില്ല നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റേ ഫ്രാൻസിസ് ആലപ്പാട്ട് എന്ന് പറയുന്ന അച്ഛൻ, ഡോക്ടറാണ്, ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, അദ്ദേഹം ബുൾഡോസറയും കൊണ്ടുവന്ന് സ്വന്തം ചെലവിൽ കൊണ്ടുവന്ന് ഈ മരത്തെ അവിടെ താങ്ങി നിർത്തി. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പേര് മരത്തിന്റെ അച്ഛൻ എന്നാണ്. അദ്ദേഹത്തെ ബിഷപ്പ് അല്ലെങ്കിൽ മോൺസിഞ്ഞോർ എന്ന് പറഞ്ഞാൽ ആൾക്കാരില്ല. അവിടെ മരത്തിന്റെ അച്ഛൻ ഏത് പള്ളിയിലാന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ആൾക്കാർ പറഞ്ഞു തരും. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ ലോകത്തില്. കാരണം എന്താ, അവരുടെ ഉള്ളിൽ വളർന്നു വന്ന ഈ ഉന്നത ഭാവങ്ങള്, അദ്വൈത ഭാവങ്ങള്. എന്റെ ദുഃഖം തന്നെയാണ് എന്റെ സഹജീവികളുടെ ദുഃഖം. വൃക്ഷലതാദികളാവട്ടെ എന്തുമാകട്ടെ അവർക്കുമുണ്ട് വിചാരങ്ങൾ എന്നുള്ള ഭാവം. ഇത് ഇവിടെ പറഞ്ഞു വരുന്നത് ജാതി മത വർഗ വർണ്ണ ലിംഗ സംബന്ധിയായിട്ടുള്ള അതിർവരമ്പുകളെ തകർത്ത് നമ്മൾ മനുഷ്യരാശി ആത്യന്തികമായിട്ടുള്ള ഐക്യത്തെ സാക്ഷാത്കരിച്ചെടുക്കുകയാണ്. എങ്ങനെ? ഈ പറയുന്ന ഉന്നത ഭാവത്തെ, അദ്വൈത ഭാവത്തെ, ഈ പറയുന്ന അൾട്ടിമേറ്റ് ജ്ഞാനത്തെ ഏറ്റെടുക്കൽ വഴി. ഇത് ഏറ്റെടുത്തിട്ട് ആ മന്ത്രങ്ങൾ ഈ ശാവാസ്യമിതം സർവം ജഗത്യാം ജഗത് എന്ന് പറഞ്ഞ് നടക്കലല്ല. ഈ ഉന്നത ഭാവം ഉള്ളിൽ വരണം. നമ്മളൊരു വൃക്ഷം കാണുന്ന സമയത്ത്, ഞങ്ങളുടെ ആശ്രമത്തിൽ, ആനക്കട്ടി ആശ്രമത്തിൽ പോകുമ്പോൾ അവിടെ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഈ മരത്തിന്റെ ചിലർ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ മരത്തിന്റെ ഒരു ചില്ലങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു കമ്പിങ്ങനെ ഒടിച്ചെടുക്കും. എന്നിട്ട് വെറുതെ ഇങ്ങനെ അടിച്ച് അവിടെ നിലത്ത് അടിച്ചു അത് കളയും. എന്നിട്ട് അടുത്ത കൊമ്പ് അടിച്ചെടുക്കും. അല്ല എന്റെ ഇല ഇങ്ങനെ ഊരിയെടുത്ത് ടക്ക് എന്ന് വെച്ചിട്ട് മേലോട്ട് എറിയാം. അങ്ങനെ വരുന്ന കാണാൻ ഒരു രസം. അപ്പൊ അവര് പറയും, ദയവ് ചെയ്ത് ആ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾ മരത്തെ ദ്രോഹിക്കരുത്, നിങ്ങളുടെ ചെടികളെ ദ്രോഹിക്കരുത്, അതിന്റെ പൂവ് പൊട്ടിക്കരുത്. പൂവ് പൊട്ടിച്ച് തലയിൽ ചൂടുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവില്ല. കുറെ പൂക്കൾ കൂടിയിട്ട് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ കൊണ്ട് മൂടുക, പൂ മൂടല്, ഒരു ഭംഗിയും ഉണ്ടാവില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ പൂവിന്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പൂവിന്റെ മനോഹാരിത പൂവിന്റെ ചെടിയുടെ മേലെ നിൽക്കുമ്പോഴാണ്. അപ്പൊ പൂവ് ചിരിക്കുന്നതായിട്ട് തോന്നും. ചിന്മയാനന്ദ സ്വാമി ഒരിക്കൽ എഴുതി വെച്ചു, ഈ പൂക്കൾ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലവേഴ്സ്, പൂക്കൾ ചിരിക്കുന്നു, ദൈവം ചിരിക്കുന്നു, ഗോഡ് സ്മൈൽസ് ത്രൂ ഫ്ലവേഴ്സ് എന്ന് എഴുതി വെച്ചു. ദൈവം ചിരിക്കുകയാണ്, പൂക്കളിനോട് ചിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുത്ത് എഴുതി വെച്ചു, പിന്നെ ഒരാൾ പൂ പൊട്ടിച്ചിട്ടില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യുക, ഒരു പൂവുണ്ടാവണം, അത് പൊട്ടിക്കും. എന്നിട്ട് തലയിൽ കൂടുതൽ പോയില്ല, അതിങ്ങനെ ഞരടി വർത്താനം പറഞ്ഞ കൂടുതൽ ഞരടി അത് ഏതളുകളൊക്കെ മുറിച്ചകൾ കളയും. വലിയ സന്തോഷമായി. അപ്പൊ ഇവിടെ ഈ പറയുന്ന സഹജീവികൾ, വൃക്ഷലതാദികളോട് പോലും നമുക്ക് സ്നേഹം വരുന്ന രീതിയിലുള്ള ഉപാഖ്യാനങ്ങളും ഉപദേശങ്ങളുമുള്ള ഈ വേദങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ, അതിനെ നമ്മൾ കോരിക്കുടിച്ചു കഴിഞ്ഞാൽ, അതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ, അതൊരു അപരോക്ഷ അനുഭൂതിയാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ജാതി അവിടെ അതില്ല, മതഭേദങ്ങൾ അവിടെയില്ല, ജാതി ഭേദങ്ങൾ അവിടെയില്ല, വർഗവ്യത്യാസങ്ങൾ അവിടെയില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, ആണ് പെണ്ണ് എന്നുള്ളതിലില്ല. പിന്നെ അവിടെ തത്വമസിയാണ്. വെറുതെ ഈ തത്വമസി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ പോരാ. അപ്പൊ പിന്നെ തത്തമസിയായിട്ട് മാറും. അത് തത്വമസി എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്ന ഒരു സ്ഥലത്ത് നീ കയറാൻ പാടില്ല, നീയേ കയറാൻ പാടുള്ളൂ, ഇവൻ കയറാൻ പാടില്ല, അവനെ കയറാൻ പാടുള്ളൂ, കറുത്തവൻ കയറാൻ പാടില്ല, വെളുത്തവരെ കയറാൻ പാടുള്ളൂ. അങ്ങനെ പറയുന്നത് വല്ല അർത്ഥമുണ്ടോ? തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും നീയും, ദർ ഇസ് നോ ബിറ്റ് ഓഫ് ഡിഫറൻസ്, ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഒരു ബിംബമാണത്, ലിംഗമാണത്. എന്ത് തത്വമസി എന്ന് പറഞ്ഞ വാക്യം?
അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ ഡിസ്ക്രിമിനേഷന്റെ സംബന്ധിയായിട്ടുള്ള അതിർവരമ്പുകളെ തകർത്ത് നാം ആത്യന്തികമായിട്ടുള്ള ഐക്യത്തെ, ആ ഏകദാനതയെ സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ വേദമന്ത്രങ്ങളുടെ ജ്ഞാനത്തിലൂടെ. ആണ് സത്യം. കഠോപനിഷത്തില് ഒരു പ്രസ്താവനയുണ്ട്. മനസ്സായേവ ഇതം പ്രാപ്തവ്യം. മനസ്സുകൊണ്ട് ഈ ജ്ഞാനത്തെ പ്രാപിക്കേണ്ടതാകുന്നു. എന്താണ് ആ ജ്ഞാനം? ഇഹ കിഞ്ചന നാനാ ന അസ്തി. ഇഹ ഇവിടെ കിഞ്ചന ന അസ്തി, അതായത് ഇവിടെ ഒട്ടുപോലും വെവ്വേറെയായിട്ടുള്ള ഒന്നില്ല, നാനാത്വമില്ല. ഇവിടെ ഒട്ടുപോലുമില്ല. എന്താ ഒട്ടുപോലും ഇല്ലാത്തത്? നാനാത്വം, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാനാത്വം ഇവിടെയില്ല എന്ന് സാരം. നാനാത്വം ഇവിടെയില്ല. മനസ്സേവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന മൃത്യോസമൃത്യം ഗച്ഛതി യഹനാനേവ പശ്യതി. കഠോപനിഷത്തിലുള്ള ആഖ്യാനമാണത്. എല്ലാ ഉപനിഷത്തിലും നമുക്കത് കാണാൻ കഴിയും. ഞാൻ എന്റേത് എന്നുള്ള വേർതിരിച്ചുള്ള ഭാവങ്ങൾ, ആ മമതാമോഹം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അജ്ഞാനദശയിലാണ്. ഈ അജ്ഞാനദശ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നാനാത്വ ബോധം തന്നെയില്ല. എന്നാൽ തത്വദർശികളായിട്ടുള്ള ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലോ, ഈ പറയുന്ന അജ്ഞാനത്തിന്റെ ഭൂമിയിൽ നമ്മളെ നന്നേക്കുമായിട്ട് മോചനം നേടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? തത്വദർശികളായിരിക്കണം. ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള ശ്രോത്രിയന്മാരിൽ നിന്ന്, തത്വദർശികളായിട്ടുള്ള ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്ന് ജ്ഞാനം കരഗതമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മോഹം ഒരുവിൽ നിന്ന് എന്നേക്കുമായിട്ട് പിൻവാങ്ങുന്നു. ഞാൻ തന്നെയാണ് അവൻ, അവൻ തന്നെയാണ് ഞാൻ എന്നുള്ള ആ വലിയ ഭാവത്തിലേക്ക് അയാൾ പറന്ന് ഉയരുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം ഹേതുവായിട്ട് സർവപ്രപഞ്ച ഘടകങ്ങളെയും നീ സ്വന്തം ആത്മാവിനാണ് കാണുന്നത്. നിന്റെ ആത്മാവ് തന്നെയാണ് അതിന്റെയും ആത്മാവ്, അതിന്റെ ആത്മാവ് തന്നെയാണ് എന്റെയും ആത്മാവ്. ഈ സർവപ്രപഞ്ച ഘടകങ്ങള്, അതിനകത്ത് കല്ലും മണ്ണും എല്ലാം പെടുന്നുണ്ട്, സർവ്വതും പെടുന്നുണ്ട്. അതെല്ലാം തന്നെ എന്റെ സ്വന്തം ആത്മാവിനെ ഞാൻ കാണുകയാണ്. പ്രത്യേക ആത്മാവില് ഞാൻ കാണുക, പ്രത്യേക ആത്മാവ് ഉള്ളിലുള്ള ആത്മാവിൽ ഞാൻ കാണുകയാണ്. ക്രമേണ ആ പ്രത്യേകാത്മാവിനെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പ്രത്യേകാത്മാവിനെ നിനക്ക് എന്നിലും ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ അവിടെ ഞാനില്ല, പിന്നെ പ്രപഞ്ചം വേറെ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. എല്ലാം അവൻ തന്നെ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൈസേഷൻ. തൂണിലും തുരുമ്പിലും കേട്ടിട്ടുണ്ടല്ലോ, ഈശ്വരനിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. കിഞ്ച ഏതസ്യ ജ്ഞാനസ്യ മാഹാത്മ്യം. കിഞ്ച, അത് മാത്രമല്ല, ഏതസ്യ ജ്ഞാനസ്യ, ഈ ജ്ഞാനത്തിന്റെ മാഹാത്മ്യം. ഏതസ്യ ജ്ഞാനസ്യ മാഹാത്മ്യം, അതെന്താണ്? അതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. യുദ്ധത്തിൽ ബന്ധുക്കളെ ഹനിച്ചു കഴിഞ്ഞാൽ കൊടിയ പാപം വന്നു ചേരും. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ മഹത്പാപം എന്ന് പറയുന്നുണ്ട്. അയ്യോ, വലിയ കുറ്റം, മഹത്തായിട്ടുള്ള പാപം, അയ്യോ മഹത്തായിട്ടുള്ള പാപം എന്നാ പറയുന്നത്. കൊടിയ പാപം വന്നു ചേരുമല്ലോ എന്നുള്ള അർജുനന്റെ നിഗമനത്തിനും അതിന്റെ പേരിലുള്ള ദുഃഖത്തിനും ഈ ജ്ഞാനം ഇനിയൊരു പരിഹാരമാകുമോ? നമ്മള് കുറെ ജ്ഞാനവൃത്തി സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ സങ്കേതം എന്താണ്? അർജുനൻ വീണ് കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യൂന്നറിയാണ്ട് അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഗാണ്ഡീവം എടുത്ത് പൊക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വിഭ്രമപ്പെട്ടു പോയി. ആ അദ്ദേഹത്തോടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വ്യാസനെ അതിന്റെ ഇടയിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ശങ്കരാചാര്യരും. യുദ്ധത്തിൽ നിന്ന് ബന്ധുക്കളെ ഹനിച്ചാൽ വലിയ കൊടിയ പാപം, മഹത്പാപം വന്നു ചേരും എന്നാണ് അർജുനന്റെ നിഗമനം. ഇപ്പോൾ അതിന്റെ പേരിലുള്ള ദുഃഖമാണ് ഇപ്പൊ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അർജുന വിഷാദയോഗം. അർജുന വിഷാദവുമായിട്ട് കൂടിച്ചേർന്നിരിക്കുകയാണ്. അതാണ് അർജുന വിഷാദയോഗം. ആ ദുഃഖത്തിന് ഈ ജ്ഞാനം ഒരു പരിഹാരമാകുമോ? അതിനുള്ള മറുപടിയാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. 33-ാമത്തെ ശ്ലോകം. അപിച്ഛേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ
വ്രജിനം സന്തരിഷ്യസി. ഇവിടെ നമ്മള് സർവേഭ്യ കഴിഞ്ഞ വിസർഗമുണ്ട്, അത് കഴിഞ്ഞ് പ എന്നുള്ള അക്ഷരമാണ് വരുന്നത്. അപ്പോ സർവേഭ്യ പാപേഭ്യ എന്ന് വരും. അപ്പോ പ ഇരട്ടിച്ചപ്പോൾ തോന്നിക്കും സർവേഭ്യ പാപകൃത്തമഹ. ശരിക്കും ചൊല്ലുകയാണെങ്കിൽ സർവേഭ്യ പാപകൃത്തമഹ അങ്ങനെ വേണം. അതിന്റെ പദച്ഛേദം അപി ഛേദ് അസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഹ സർവം ജ്ഞാനപ്ലവേന ഏവ വ്രജനം സന്തരിഷ്യസി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.